ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരണമെങ്കിൽ ഇതിൽ SPC AAC കൂടെ ഉണ്ട്. സോ നമ്മൾ 100% പാട്ടാ പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. 99% പാട്ടുകളിലും. കൂടാതെ ഇതിനകത്ത് 2 EQ മോഡ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സിഗ്നേച്ചർ സൗണ്ടും കൂടാതെ ബാലൻസ്ഡ് സൗണ്ടും. സിഗ്നേച്ചർ സൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഹൈഫൈ DSP ചിപ്സെറ്റിന്റെ ആ ഒരു ക്രിസ്റ്റൽ ബയോണിക് സൗണ്ട് ഉണ്ട്. അതാണ് നമുക്ക് അവിടെ സിഗ്നേച്ചർ സൗണ്ടിൽ കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു സിഗ്നേച്ചർ സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ ഒരു ഉത്സവ പറമ്പിൽ പാട്ടിടുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് 100% ഇടുമ്പോഴത്തേക്ക് അമ്മാതിരി ഔട്ട്പുട്ടാണ്. അതായത് ഡിസ്ട്രാക്ഷൻസ് ഇല്ല, എന്നാൽ നല്ല അടിപൊളി ഒരു ക്വാളിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ബേസ് ഡോമിനേറ്റഡ് ആണ് ആക്ച്വലി ഈ ഒരു സിഗ്നേച്ചർ സൗണ്ടിൽ. നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സിഗ്നേച്ചർ സൗണ്ട് ഇഷ്ടപ്പെടും. എന്നാൽ ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ആ ഒരു ബാലൻസ് മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ബേസ് അത്യാവശ്യമുണ്ട്, എന്നാൽ ഭയങ്കര വലിയ രീതിക്ക് ബേസ് ഒന്നും ഇല്ലാണ്ട് വോക്കൽ കുറച്ചുകൂടി ഒന്നിട്ട് എന്താ പറയുക ബൂസ്റ്റപ്പ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിവിടെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നേച്ചർ സൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ നമ്മുടെ 161 9 ഉണ്ടായിരുന്നു. അവിടെ ഈ ഒരു ബാലൻസ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് വകയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു. പക്ഷേ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ആണെങ്കിൽ പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കുറച്ച് ബേസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് തരുന്നുണ്ട് തന്നെ. ഭയങ്കര വലിയ ബേസ് ലവർ അല്ലെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ബേസും അതായത് ആ ബാലൻസ്ഡ് ഔട്ട്പുട്ടിലെ ബേസും എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. വീണ്ടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ബേസ് ലവർ ആണെങ്കിൽ കണ്ണുമൂട്ടി വാങ്ങിച്ചോളൂ. അടിപൊളി ബേസ് ആണ്, അതിൽ വേറെ ഒരു സംശയമില്ല.